നിറക്കൂട്ട് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്നൊരു ബീഫ് കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ള മസാലകൾ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. 1.5 കിലോ ഇറച്ചിക്കുള്ള പാകത്തിനുള്ള മസാലയാണ് ഇവിടെ എടുക്കുന്നത്. 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 നുള്ള് ഉലുവപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മസാലപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി എന്നിവയാണ് ചേർക്കുന്നത്. കറിക്ക് നല്ല കളർ കിട്ടുന്നതിനായിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. കാശ്മീരി ചില്ലി കയ്യിലില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ചൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. മീറ്റ് മസാല ഈ കൂട്ടത്തിൽ നമ്മൾ ചേർക്കുന്നില്ല. പൊടികൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അടുപ്പിലേക്ക് വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. കട്ട കെട്ടാതെ കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ടതാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച ശേഷം മാത്രം പൊടികൾ മൂപ്പിച്ചെടുക്കുക. പൊടികൾ നന്നായി മൂക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. 1.5 കിലോ ബീഫാണ് തയ്യാറാക്കാനായി എടുത്തിരിക്കുന്നത്. ചെറിയ പീസസ് ആയിട്ടാണ് ബീഫ് കട്ട് ചെയ്തിരിക്കുന്നത്. കുക്കറിലാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം കുറച്ച് മീറ്റ് മസാല കൂടി ഇതിലേക്ക് ചേർക്കുക. അതിലേക്ക് ഇറച്ചിക്ക് ആവശ്യമായി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. അടുത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ഇടാനുള്ളത്. അതൊന്ന് പേസ്റ്റാക്കിയ ശേഷം അതുകൂടി 1.5 സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 തണ്ട് കരിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. സമയമുള്ളവർക്ക് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാവുന്നതാണ്. അതിലേക്ക് 1 സ്പൂൺ കൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം കുക്കർ അടുപ്പിലേക്ക് വയ്ക്കാവുന്നതാണ്. ഒരു വിസിൽ കേൾക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ചെറിയ പീസസ് ആയതുകൊണ്ടാണ് ഒരു വിസിലിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. വലിയ പീസസ് ആണെങ്കിൽ 2 വിസിൽ കേൾപ്പിക്കണം. അടുത്തതായി സവാള മൂപ്പിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ വീതിയ ശേഷം കുറച്ച് നാളികേരം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ അത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ആ ഒരു എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് 1 ബൗൾ കൊച്ചുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ കൊച്ചുള്ളികൾ 2ആയോ 3ആയോ ചെറിയ പീസസ് ആക്കേണ്ടതാണ്. അതിലേക്ക് 4 സവാള ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം ഫ്ലെയിം കുറച്ച് വെക്കേണ്ടതാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു അടപ്പ് പാത്രം ഉപയോഗിച്ച് അടച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കേണ്ടതാണ്. സവാള ഒന്ന് വരണ്ട് വരുന്നത് വരെ അങ്ങനെ വേവിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുമാണ്. കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം ഒന്ന് തുറക്കാവുന്നതാണ്. ഇറച്ചി ഏകദേശം അരവേവായിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി സവാള വരണ്ട് വരുമ്പോൾ അതിലേക്ക് ഇത് ചേർക്കാവുന്നതാണ്. സവാളയിലേക്ക് ഇറച്ചി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇളക്കി യോജിപ്പിച്ച് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. എല്ലാം യോജിച്ച് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഇറച്ചി കുക്കറിലേക്ക് മാറ്റി ഒരു വിസിലൂടെ കേൾപ്പിച്ചെടുക്കാവുന്നതാണ്. എൻ്റേത് ചെറിയ കഷ്ണം ഇറച്ചി ആയതുകൊണ്ട് ഒരു വിസിലാണ് ആവശ്യമായി വന്നത്. ഇറച്ചിയുടെ വേവനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഒരു വിസിലിന് ശേഷം ഉടനെ തുറക്കാതെ പ്രഷറെല്ലാം പോയ ശേഷം പതിയെ തുറക്കുക. ഇറച്ചിയിൽ നന്നായി മസാലകളും അരപ്പും എല്ലാം പിടിച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. സ്വാദിഷ്ടമായ ബീഫ് കറി തയ്യാറായി കഴിഞ്ഞു. മാറ്റിവെച്ച തേങ്ങാക്കൊത്ത് കൂടി ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുക്കറിൽ തയ്യാറാക്കിയ ബീഫ് കറി തയ്യാറായി കഴിഞ്ഞു. ചോറിനൊപ്പവും പലഹാരത്തിനൊപ്പവും കഴിക്കാൻ പറ്റുന്ന ബീഫ് കറി തയ്യാറായി കഴിഞ്ഞു. കറി രാത്രി ഉണ്ടാക്കി വെച്ച് രാവിലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരപ്പൊക്കെ നന്നായി പിടിച്ച് നന്നായിട്ട് ഇരിക്കുന്നതായിരിക്കും. അങ്ങനെ ബീഫ് കറിയൊക്കെ ഉള്ളതല്ലേ, ചൂടോടെ 2 അപ്പത്തിനോടൊപ്പം ഞാനങ്ങ് കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ബീഫിനോടൊപ്പം കഴിക്കാൻ ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഏതാണെന്ന് പറയാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കണ്ട കൂട്ടുകാരെ. താങ്ക് യു ഫോർ വാച്ചിങ്.